ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലമാണ്. അത് മീനം രാശിക്കാരുടെ, അതായത് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അതീവ ദുഃഖ ദുരിത നാശ ക്ലേശങ്ങളിലൊക്കെ പെട്ടുകിടക്കുകയാണ്. ജന്മത്തിൽ ഏഴരശനിയൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം നേടുന്ന രീതിയിൽ ഈ ജൂൺ മാസത്തിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ കടന്നു വരും. അതിന് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം. സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം മീനം രാശിക്കാരായിരുന്ന പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് രാശിയുടെ അധിപനും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമാണ്. അത് ഭാഗ്യസ്ഥാനമായ 5-ാമിടത്തേക്ക് ഉച്ചം ചെയ്യുകയാണ്. അപ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും ഈ മീനം രാശിക്കാർ. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ടാകും. ധനസ്ഥാനത്ത് നിൽക്കുന്നതോ മഹാലക്ഷ്മിയാണ്, ദേവിയാണ്. ചൊവ്വ അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 4-ാം ഭാവത്തിൽ അവിടെ പൂർണ്ണബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ചൊവ്വയും ബുധനും ഒക്കെ അനുഗ്രഹിച്ച് നിന്നാൽ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ, മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ വന്നു ചെയ്യും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഈ മീനമാസത്തിൽ ദീർഘനാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു വിടുതൽ കിട്ടും. അതായത് ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രശ്നം. ആരോഗ്യപരമായ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനുള്ള യോഗമുണ്ട്. അതായത് രോഗഭാവത്തെ സൂചിപ്പിക്കുന്ന ആ ഗ്രഹം പാവന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവത്തിൽ നിൽക്കുമ്പോൾ ദൈവാധീനം വർദ്ധിക്കുക കൂടി ചെയ്യുന്നതിനാൽ വളരെ അധികം ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടും. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടോ ഖണ്ഡ സംബന്ധമായിട്ടോ തല സംബന്ധമായിട്ടോ ഞരമ്പ് സംബന്ധമായിട്ടോ കണ്ണ് സംബന്ധമായിട്ടോ ഒക്കെ, അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്ന് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തി നേടി ആരോഗ്യപൂർണമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പ്രതിഭാസ്ഥാനത്തേക്കാണ് ആ വ്യാഴത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ബുദ്ധിയുടെയും വിദ്യയുടെയും കാരകൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ ഏത് രംഗത്തും ഒന്ന് ശോഭിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് അത് കലാകാരന്മാർക്ക് അവരവരുടേതായ രംഗങ്ങൾ, അതുപോലെ തന്നെ കായിക വിദ്യയുമായി ബന്ധപ്പെട്ട് അത് കായിക വിദ്യയുടെ ഗ്രഹം കൂടിയാണ് ആ ചൊവ്വ അവിടെ സ്വക്ഷേത്രപരവാനായിട്ട് നിൽക്കുന്നത്. കായികമായിട്ട് ഉള്ള പുരോഗതികൾ വന്നു ചേരും. അധികാരത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അധികാരമൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിലുമുണ്ട് ഉയർന്ന അധികാരത്തോടു കൂടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ, അവർക്കൊക്കെ നല്ല പുരോഗതികൾ വന്നു ചേരും. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കായാലും വലിയ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട കൂടുതൽ ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തം എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട്. അത് മിലിറ്ററിക്കാരായാലും പോലീസ് ഓഫീസേഴ്സ് ആയാലും വളരെ അനുകൂലമാണ്. അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. ഭാഗ്യസ്ഥാനത്തേക്കൊക്കെയാണ് ആ ശുക്രൻ മാറിയിരിക്കുന്നത്. വാഹനകാരകനാണല്ലോ ശുക്രൻ. അത് വളരെ നല്ലതാണ്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാർഷിക രംഗത്ത് അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ധന ആഗമന യോഗമുണ്ട്. പുതിയ കൃഷി ഇറക്കേണ്ടവർക്കും വളരെ നല്ലതാണ്. അതുപോലെ വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു പടി കൂടി അനുഗ്രഹിച്ച് നിൽക്കുന്നു. അത് രാശിയാധിപൻ ഭാഗ്യസ്ഥാനത്ത് ജലരാശിയിൽ ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ സ്വന്തം നാട് വിട്ടു പോകുവാൻ ആ ചൊവ്വ മറ്റൊരു ജലഗ്രഹവും പ്രവർത്തികാരകൻ കൂടിയാണ്. അത് സാഹസികതയുടെയും ധൈര്യത്തിൻ്റെയും ഗ്രഹമാണ്. അത് വ്യാഴത്തിനെ പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നു. അത് തൊഴിൽ സ്ഥാനാധിപനാണ് വ്യാഴം, പ്രവർത്തികാരകനാണ് ചൊവ്വ. തൊഴിൽ കാര്യവും ആരോഗ്യവും അതുപോലെ എല്ലാം കൂടെ അനുഗ്രഹിച്ച് നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഈ
മാസം ഒരു ലോട്ടറി അടിക്കുന്നതിന് പോലും യോഗമുണ്ട്. വിദേശത്ത് പോകുവാനായിട്ട് ഒരു പേപ്പറൊക്കെ ശരിയാകാനുണ്ടെങ്കിൽ അതൊക്കെ ശരിയായി കിട്ടാൻ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. അപ്പോൾ അത് സാധിച്ച് വിദേശത്ത് പോകുവാൻ സാധിക്കും. സപ്തസാഗരങ്ങൾ കടന്നു പോവുക, അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് പോവുക എന്ന് പ്രധാനമായിട്ട് കണക്കാക്കുക. സ്വന്തം നാട് വിട്ട് ദൂരദേശത്ത് പോയി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നതിനും വിദ്യയോടുകൂടി തൊഴിൽ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം വിവാഹമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായി, കൂടാതെ കുടുംബജീവിതത്തിലും സന്തോഷകരമായി ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് പ്രായം കടന്നുപോയി എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. ആ ശ്രീഭദ്ര യോഗം പ്രദാനം ചെയ്തുകൊണ്ട് ഭദ്രമാണ് കുടുംബത്ത്. അപ്പോൾ ആ ബുധൻ സപ്തമഭാവത്തിൻ്റെ അധിപനാണ്. അത് പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ച് നിൽക്കുന്നു. കൂടെ ശുക്രന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ വിവാഹത്തിന് അനുകൂലമാണ് തീരുമാനമൊക്കെ എടുക്കുവാനായിട്ട്. ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കൂടെ സാധിച്ചിട്ട് ഒരു വിവാഹം വന്ന് നടക്കുകയില്ലല്ലോ. അപ്പം അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ആ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികൾ, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിൽക്കുന്ന കൊച്ചുകുട്ടികളായാലും അവർക്ക് പൊതുവെ ആരോഗ്യം കൊച്ചുകുട്ടികൾക്കൊക്കെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാകാതെ കൊച്ചുകുട്ടികളും പ്രായമായവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അവരുടെ മക്കളെ കൊണ്ടൊക്കെ നല്ല അനുഭവമുണ്ട്. സന്താന ഭാവത്തിലാണല്ലോ ആ സന്താന കാരകൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം ഉച്ചം ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ ചൊവ്വയുടെ പൂർണ്ണ ബലമുള്ളത്. അപ്പോൾ സന്താനങ്ങളെ കൊണ്ടൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർന്ന ജോലിയിലൊക്കെ പ്രവേശിക്കുവാനോ വിവാഹം നടക്കുവാനോ അങ്ങനെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ പ്രായമായവർക്കും ഒക്കെ യോഗവും ഭാഗ്യവുമുള്ള ഒരു മാസമാണ് ഈ ജൂൺ മാസം. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വന്നു ചേരുന്ന അവസരങ്ങൾ എപ്പോഴും വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പാഴാക്കി കളയാതിരിക്കുക. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഭൂമി വന്നു ചേരാനൊക്കെ യോഗമുണ്ട്. ശ്രീഭദ്ര യോഗത്തോടുകൂടി ആ ബുധൻ അവിടെ നിൽക്കുമ്പോൾ വളരെ അനുകൂലമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഒരു വീട് വെക്കുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ഭൂമി വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക, അലസത വിട്ട് കാര്യങ്ങളിൽ ഏർപ്പെടണം, അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ദേഷ്യം ഒന്നും പാടില്ല. കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കുവാനും അന്നത്തെ ജോലികളായാലും പഠനകാര്യത്തിലായാലും അന്നന്ന് തന്നെ ചെയ്തു തീർക്കാനും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.